നല്ല പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വേദിയിലായിരിക്കുന്ന അഖിലേന്ത്യ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് അവറുകൾ, ജോണി പാസ്റ്റർ അവറുകൾ, സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ ജോസ് യോഹന്നാൻ അവറുകൾ, ആമൻ ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ഷിജു തങ്കച്ചൻ അവറുകൾ, ആമൻ IPC സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ജോർജ് ജോൺ അവറുകൾ, ആമൻ അഖിലേന്ത്യയുടെ എല്ലാ സെക്രട്ടറി എക്സിക്യൂട്ടീവ് സ്ഥാനത്തിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, എല്ലാ ദൈവദാസന്മാർ, അതുപോലെ തന്നെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റുകളായിരിക്കുന്ന ഒയ്മോൻ, ആശമോൾ, ഇവർക്കും ക്രിസ്തുവിൽ വന്ദനത്തെ അറിയിക്കുന്നു. അതുപോലെ തന്നെ വേദിയിലായിരിക്കുന്നതും വേദിക്ക് പുറത്ത് മുമ്പിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, അവർക്കെല്ലാം ക്രിസ്തുവിൽ വന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയം മാത്രം ദൈവവചനത്തിന് മുമ്പിൽ നിൽപ്പാൻ ഞാൻ ദൈവാത്മാവിൽ ശരണപ്പെടുകയാണ്. വിശുദ്ധ തിരുവചനത്തിൽ ദൈവവും മനുഷ്യനുമായിട്ടുള്ള 7 ഉടമ്പടികൾ കാണുവാൻ കഴിയും. വിശുദ്ധ തിരുവചനത്തിൽ മനുഷ്യനുമായുള്ള 7 ഉടമ്പടികൾ. ഒന്നാമത്തെ ഉടമ്പടി ആദാമ്യ ഉടമ്പടി. രണ്ടാമത്തെ ഉടമ്പടി നോഹയുമായിട്ടുള്ള ഉടമ്പടി, നോഹയ്യ ഉടമ്പടി. മൂന്നാമത്തെ ഉടമ്പടി അബ്രഹാമുമായുള്ള ഉടമ്പടി, അബ്രഹാമിക്ക ഉടമ്പടി. നാലാമത്തെ ഉടമ്പടി മോശയുമായുള്ള ഉടമ്പടി, മോശീയ ഉടമ്പടി. അഞ്ചാമത്തെ ഉടമ്പടി നാം കാണപ്പെടുന്നത് ദാവീദുമായുള്ള ഉടമ്പടി, ദാവീദിൻ്റെ ഉടമ്പടി. ആറാമത്തെ ഉടമ്പടി തിരുസഭയുമായുള്ള ഉടമ്പടി, അതിനെ പുതു നിയമ ഉടമ്പടി എന്നറിയപ്പെടുന്നു, ന്യൂ കവനന്റ് എന്നറിയപ്പെടുന്നത്. ഏഴാമത്തെ ഉടമ്പടി എന്നറിയപ്പെടുന്നത് ആമൻ നിത്യ ഉടമ്പടി. നമ്മുടെ മലയാളത്തിൽ നിത്യ നിയമം എന്ന വാക്ക് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്, എബ്രായ ഭാഷയിൽ അതിനെ ഉടമ്പടി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ഉടമ്പടിയും ഏഴാമത്തെ ഉടമ്പടിയും കുടുംബമായി ബന്ധപ്പെട്ടതാണ്. ഒന്നാമത്തെ ഉടമ്പടിയിൽ ഈ 7 ഉടമ്പടിയിൽ 4 കാര്യമുണ്ട്. ഒന്നാമത്തത് ഇതിനകത്ത് വാക്തത്വമുണ്ട്, 2 ഇതിനകത്ത് കണ്ടീഷനുണ്ട്, 3 ഇതിനകത്ത് സംരക്ഷണമുണ്ട്, 4 ഇതിനകത്ത് മുദ്രയുണ്ട്, സീലിംഗ് ഉണ്ട്. ഈ 4 കാര്യങ്ങൾ കൊണ്ട് ഒരു ഉടമ്പടി സെറ്റ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്തിരിക്കുന്നത്. 1 വാക്തത്വങ്ങൾ, 2 വ്യവസ്ഥകൾ, 3 സംരക്ഷണം, 4 മുദ്ര. ഒന്നാമത്തെ ഉടമ്പടിയുടെ മുദ്ര മാരേജ്, വിവാഹമാണ്. രണ്ടാമത്തെ ഉടമ്പടിയിൽ നോഹയുടെ ഉടമ്പടിയിൽ മുദ്ര എന്നറിയപ്പെടുന്നത് മഴവില്ല, ആകാശത്തിലെ മഴവില്ല. മൂന്നാമത്തെ ഉടമ്പടിയായിരിക്കുന്ന അബ്രഹാമിക്ക ഉടമ്പടിയിൽ പരിച്ഛേദനയാണ് അതിൻ്റെ മുദ്ര. നാലാമത്തെ ഉടമ്പടിയായിരിക്കുന്ന മോശയുടെ ഉടമ്പടിയിൽ ന്യായപ്രമാണമാണ് അതിൻ്റെ മുദ്ര. അഞ്ചാമത്തെ ഉടമ്പടിയായിരിക്കുന്ന ദാവീദിന്റെ ഉടമ്പടിയിൽ സ്തുതിയാണ് അതിൻ്റെ മുദ്ര. ആറാമത്തെ ഉടമ്പടിയായിരിക്കുന്ന പുതിയ ഉടമ്പടിയിൽ പരിശുദ്ധാത്മാവ മുദ്ര. ഏഴാമത്തെ ഉടമ്പടിയിൽ അതിൻ്റെ മുദ്ര ജീവവൃക്ഷമാണ്. ഒന്നാമത്തെ ഉടമ്പടിയുടെ മുദ്ര വിവാഹമാണ്. ഒരു കുഞ്ഞു പിറക്കുന്നതിനെ നാം പ്രസവം എന്ന വാക്ക് ഉപയോഗിക്കപ്പെടുന്നു. എന്നാൽ ഒരു കുടുംബം പിറക്കപ്പെടുന്നതിനെ നാം ഉപയോഗിക്കുന്ന വേട് വിവാഹം എന്ന വേടാണ് ഉപയോഗിക്കുന്നത്. വിവാഹം, ഒരു കുടുംബം പിറക്കപ്പെടുന്നു. കുടുംബത്തിന്റെ ചില ആത്മീയ മർമ്മങ്ങൾ പറയട്ടെ. കുടുംബം എന്ന ഫാമിലി എന്ന വേട് വന്നിരിക്കുന്ന ഓൾഡ് ലാറ്റിൻ വേർഡായിരിക്കുന്ന ഫാമുലുസ് എന്നറിയപ്പെടുന്ന 2 വാക്കിൽ നിന്ന് ഫാമിലി എന്ന വാക്ക് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഗ്രീക്ക് പദം എന്നറിയപ്പെടുന്നത് പായിസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് 2 കാണപ്പെടുന്ന ഒരു വാക്കുണ്ട്. ഇതിൻ്റെ അർത്ഥം വേറെ ഒന്നുമല്ല, ഒരു സർവന്റ് അല്ലെങ്കിൽ ഒരു സ്ലേവ്, ഒരു അടിമ അല്ലെങ്കിൽ ഒരു സേവകൻ. ഫാമിലി എന്ന വാക്കിന്റെ അർത്ഥം സേവകൻ എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് വൈഫാകട്ടെ, ഹസ്ബൻഡാകട്ടെ, മക്കളാകട്ടെ, എല്ലാവരും സേവകൻ. സേവകൻ ദൈവഹിതം ഭൂമിയിൽ ചെയ്തെടുക്കാൻ വേണ്ടി ദൈവം നിയുക്തരാക്കിയ സേവകൻ. ഈ സേവകൻ എന്ന പദം റോമൻ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് പൗലോസ് ഇത് വിളിച്ചു പറയുന്നത്. പായിസ് എന്ന പദം ഉപയോഗിക്കപ്പെടുന്നത്, ഈ അടിമ എന്ന വാക്ക് ഉപയോഗിക്കപ്പെടുന്നത് ഇതിൻ്റെ ആത്മീയ മർമ്മം കൊടുത്ത് പറയുവാൻ ഞാൻ ദൈവം ശരണപ്പെടുകയാണ്. മെഡിറ്ററേനിയൻ കടലിലും അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലും പഴയ കാലഘട്ടത്തിൽ, യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ കടന്നു പോകുന്ന യുദ്ധ കപ്പലുകളുണ്ട്, കച്ചവട ചരക്ക് കപ്പലുകളുണ്ട്. യുദ്ധ കപ്പലിൽ
കപ്പലിന്റെയും വലിയ കച്ചവട കപ്പലിന്റെയും അടിഭാഗത്ത് ആമൻ അടിമകളെ കൊണ്ടുവന്ന് 150 പേർ ഈ സൈഡിൽ 150 പേർ ആ സൈഡിൽ വരുത്തിക്കൊണ്ട് അവരുടെ കയ്യും കാലും ബന്ധിക്കും. മെഡിറ്ററേനിയൻ ഈ സമുദ്രത്തിലൂടെ അവർ കടന്നു പോകുമ്പോൾ ശക്തിയേറിയ കൊടുങ്കാറ്റിനുള്ള താഴെ തട്ടിലിരിക്കുന്നവരാ, മുകളിൽ ഇരിക്കുന്നവരല്ല, തുഴയുവാൻ വേണ്ടി താഴെ തട്ടിലിരിക്കുന്നവരാ. ഇവരെ കാലും കയ്യും അരയും ചേർത്ത് ബന്ധിച്ചിരിക്കുന്നു. ഇവരെ പറയുന്ന പേരത്രേ പായസ് എന്ന പദം ഉപയോഗിക്കപ്പെടുന്നത്. ഇവർക്ക് ചലിപ്പാൻ നിയമമില്ല, യജമാന സേവ മാത്രമേ ഇവർക്ക് നിയുക്തമായിട്ടുള്ളൂ. ഇവരുടെ പണി എന്ന് പറഞ്ഞാൽ ഇവർ കടലിനെ നോക്കാൻ പാടില്ല, കാറ്റിനെ നോക്കാൻ പാടില്ല, തിരമാലകളെ നോക്കാൻ പാടില്ല. ഇവരുടെ കണ്ണുകൾ അമരത്ത് നിൽക്കുന്ന ഒരു കമാൻഡർ ഉണ്ട്. ആ കമാൻഡറിലേക്ക് മാത്രമേ ഇവരുടെ കണ്ണുകൾ ചെല്ലാൻ കഴിയുള്ളൂ. ഇവരുടെ ശബ്ദം ചെവി കടലിലേക്ക് കേൾക്കാൻ പാടില്ല, തിരമാലകളെ കേൾക്കാൻ പാടില്ല, ഒരു പ്രതികൂലത്തെ കേൾക്കാൻ കഴിയില്ല. ഇവരുടെ ചെവി ആ മനുഷ്യന്റെ ശബ്ദത്തിന് മാത്രം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കണം. കണ്ണ് അമരത്തിരിക്കുന്നവരിൽ മാത്രം, ചെവി അമരത്തിരിക്കുന്നവരിൽ മാത്രം. ഇതാ കുടുംബ ജീവിതത്തിൽ ദൈവം വച്ചിരിക്കുന്ന അവസ്ഥ. നിങ്ങളുടെ കണ്ണ് യേശുക്രിസ്തുവിൽ മാത്രമായിരിക്കണം. നിങ്ങളുടെ ചെവി യേശുവിന്റെ ശബ്ദത്തിന് മാത്രമായിരിക്കണം. തിരമാലകൾ പൊങ്ങട്ടെ, അലകൾ ഉയരട്ടെ, സമുദ്രം ഇരമ്പട്ടെ, അതിന്റെ ശബ്ദമോ അതിന്റെ ബഹളമോ നിങ്ങളുടെ കണ്ണിലും നിങ്ങളുടെ കാതിലും ഒരിക്കലും കടന്നു വരാൻ പാടില്ല. നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ ചെവിയും അമരത്തു നിൽക്കുന്നവന്റെ ശബ്ദത്തിനായും അമരത്തു നിൽക്കുന്നവന്റെ ഉദ്ദേശത്തിനായും പ്രതിഷ്ഠിക്കപ്പെട്ടത് കൊണ്ടാണ് നിങ്ങളെ ഇവിടെ ബന്ധിച്ചിരിക്കുന്നത്. ഈ പദമത്രേ പായസ് എന്ന വാക്ക് ഉപയോഗിക്കപ്പെടുന്നത്. കുടുംബത്തിൽ പായസ് മാത്രം, കുടുംബത്തിൽ ഓണറില്ല, ഒരേ ഒരു ഓണർ മാത്രമുണ്ട്. അത് നിങ്ങളുടെ സൃഷ്ടിതാവാം നാസറേയനായ യേശു. കരം ഉയർത്തുന്ന ദൈവത്തെ സ്തുതിക്കട്ടെ. മോളെ, നിന്റെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെയും നിന്റെ കണ്ണ് കാണേണ്ടത് അമരത്ത് നിൽക്കുന്ന ആശ്രയനെ ആയിരിക്കണം. മോനെ, നിന്റെ ജീവിതത്തിന്റെ അവസാന ശ്വാസം നിന്റെ ചെവി അമരത്ത് നിൽക്കുന്ന ആ നസ്രായന്റെ ശബ്ദത്തിലായിരിക്കണം. ഇന്ന് നിങ്ങളെ തുടക്കത്തിലേക്ക് ഇറക്കി നിർത്തുകയാണ്. ഈ യാത്ര എവിടെ ചെന്ന് കയറുമെന്ന് ചോദിച്ചാൽ നിത്യതയുടെ തുറമുഖത്ത് നിങ്ങൾ എത്തിച്ചേരും. കാരണം ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. ഇതാ കുടുംബം എന്ന് പറയുന്നത്. ഇതിന്റെ ഓൾഡ് ലാറ്റിൻ വേർഡിൽ നിന്നും എബ്രായ പദത്തിൽ നിന്നും കൊടുത്തിരിക്കുന്നതിന്റെ അർത്ഥം. ഇനി കുടുംബം എന്താണ്? ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് കുടുംബത്തിൽ 1-ാം അധ്യായം. മത്തായി സുവിശേഷം ആരംഭിക്കുന്നതും 1-ാം അധ്യായം. കുടുംബം 42 കുടുംബങ്ങളുടെ അംഗങ്ങളുള്ള യേശുക്രിസ്തുവിന്റെ കുടുംബം. യേശുക്രിസ്തു പിതാവാം ദൈവം ശുശ്രൂഷ ആരംഭിച്ചത് കുടുംബത്തിലാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല എന്ന് പറഞ്ഞിട്ട് അവരെ കൂട്ടിച്ചേർത്ത് കുടുംബത്തിലാണ് പിതാവാം ദൈവം ശുശ്രൂഷ ആരംഭിച്ചത്. യേശുക്രിസ്തു ശുശ്രൂഷ ആരംഭിക്കുന്നത് കുടുംബത്തിലാണ്. കാനാവിന്റെ കല്യാണ വീട്ടിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതും കുടുംബത്തിലാണ്. അപ്പോസ്തല പ്രവൃത്തി 2:2 ഇവിടൊക്കെ കുടുംബത്തിന്റെ വലിയ വിശേഷതയാണ് നാം കാണപ്പെടുന്നത്. ഒന്നാം ഉടമ്പടി കുടുംബമായിട്ട് കണക്റ്റഡിരിക്കുക, കുടുംബമായി കണക്റ്റഡ് ആയിരിക്കുക എന്ന വിവാഹം എന്ന വിഷയത്തിലൂടെ കുടുംബമായി കാണാം. എന്തിനാ ദൈവം കുടുംബം സൃഷ്ടിച്ചത്? 1-ാം അധ്യായത്തിൽ ആത്മീയ മനുഷ്യനെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ ആത്മീയ മനുഷ്യനെ സൃഷ്ടിച്ചു. 2-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ കുടുംബം സൃഷ്ടിച്ചതായി കാണാൻ കഴിയുന്നത്. എന്തിനാ ദൈവം കുടുംബം ഉണ്ടാക്കിയത്? ഒറ്റ വാക്കിൽ പറയട്ടെ, ദൈവത്തിന്റെ പ്ലാൻ ഈ ഭൂമിയിൽ നിറവേറുവാൻ ദൈവം ഉണ്ടാക്കിയ പാത്രമത്രേ കുടുംബം. ഒരുമിച്ചൊന്ന് പറഞ്ഞേ, ദൈവത്തിന്റെ പ്ലാൻ ഈ ഭൂമിയിൽ നിറവേറുവാൻ ദൈവം ഉണ്ടാക്കിയ പാത്രമത്രേ കുടുംബം. നമ്മളെ പറ, ദൈവത്തിന്റെ പ്ലാൻ എന്റെ ജീവിതത്തിൽ നിറവേറുവാൻ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന പാത്രമത്രേ ഈ കുടുംബം. എന്താണ് ദൈവത്തിന്റെ പ്ലാൻ? 1-ാമത്തെ പ്ലാൻ ഉൽപ്പത്തി 1:26 ദൈവത്തിന്റെ അധികാരം ഭൂമിയിൽ മാനിഫെസ്റ്റ് ചെയ്യണം. വേറൊന്നുമല്ല.
ദൈവത്തിന്റെ അധികാരം ഭൂമിയിൽ വെളിപ്പെടുത്തണം. അതവൻ വെളിപ്പെട്ടോ? ഇല്ല. അതിനുവേണ്ടി ആരെ തെരഞ്ഞെടുത്തു? അബ്രഹാമിനെ തെരഞ്ഞെടുത്തു. അബ്രഹാമിൽ ദൈവത്തിന്റെ അധികാരം വെളിപ്പെട്ടോ? വെളിപ്പെട്ടു. എവിടെ? 14-ാം അധ്യായത്തിൽ 4 രാജാക്കന്മാർ മുമ്പിൽ വരുമ്പോൾ 5 രാജാക്കന്മാർ നേരെ യുദ്ധം ചെയ്തു നിൽക്കുമ്പോൾ, 4 രാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അമേരിക്കയും ഇന്നത്തെ ഗ്രേറ്റ് ബ്രിട്ടനും ഇന്നത്തെ സോവിയറ്റ് യൂണിയനും, ആമൻ, അതുപോലുള്ള 4 പേരാ നിൽക്കുന്നത്. ആമൻ എന്തോ ചെയ്തു? ഗോത്രപിതാവായ അബ്രഹാം 318 പേരുമായി ആ രാത്രിയിൽ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോ, അബ്രഹാം രാജാവല്ല, അബ്രഹാമിന് രാജകീയ സൈന്യമില്ല, അബ്രഹാമിന്റെ കൂട്ടത്തിൽ ഒരു മിലിറ്ററി ഇല്ല, അബ്രഹാമിന്റെ കൂട്ടത്തിൽ ഒരു റിക്രൂട്ട്മെന്റ് ഇല്ല. ഗോത്രപിതാവും ആമൻ അതിനോടുകൂടെ സേവകരും കൂടെ ഇറങ്ങി വന്നപ്പോൾ 4 രാജാക്കന്മാർ തകർക്കപ്പെട്ടത് അവരുടെ ബലം കൊണ്ടല്ല, ദൈവം ഏൽപ്പിച്ച അധികാരത്തിലാണ്. കുടുംബത്തിൽ ദൈവിക അധികാരം വെളിപ്പെട്ടു. 20-ാം അധ്യായത്തിൽ ഉൽപ്പത്തി 20-ൽ നാം അത് കാണപ്പെടുന്നു. ഗോരാൻ രാജാവായിരിക്കുന്ന അബീമേലെക്ക് ഒന്ന് തൊടാൻ നോക്കി. ദൈവത്തിന്റെ അധികാരം വെളിപ്പെട്ടു. രാത്രിയിൽ സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി ആ രാജാവിനെ ശാസിപ്പാനിടയായി. കുടുംബത്തിൽ ദൈവത്തിന്റെ അധികാരം വെളിപ്പെടുന്നു. 105-ാം സങ്കീർത്തനം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ആമൻ, അവർ ചെറിയ ഗ്രൂപ്പായി 7 പേരുമായി ഇറങ്ങി വരുമ്പോൾ അവരെ നോക്കിക്കൊണ്ട് സ്വർഗത്തിൽ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്: ഈ കുടുംബത്തെ തുടരുത്, എന്റെ ദാസന്മാരാ, എന്റെ അധികാരം ഇവരിലൂടെയാ വെളിപ്പെടുന്നത്. ഇന്ന് പകൽക്കാലം കുടുംബത്തെ നോക്കി ഒരു ദൂത് വിളിച്ചു പറയട്ടെ, ദൈവം ഭൂമിയിൽ കുടുംബത്തെ ഉണ്ടാക്കിയത് ആമൻ അതിനും ഇതിനും വേണ്ടിയല്ല, ദൈവത്തിന്റെ സർവ അധികാരം ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാ. കാര്യം ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. എല്ലാ കുടുംബത്തിലും ഇതാ നടക്കേണ്ടത്. 2 ദൈവത്തിന്റെ പ്ലാൻ എന്നാ? ഉൽപ്പത്തി 1:28 ശ്രദ്ധിക്കണം. ഉൽപ്പത്തി 1:28 ദൈവത്തിന്റെ 2ാമത്തെ പ്ലാൻ അടക്കി വാഴുന്ന അവകാശിയാകണം. ചേർന്ന് പറഞ്ഞോ, എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ. അടക്കി വാഴുന്ന അവകാശി. ഇതാ ദൈവത്തിന്റെ പ്ലാൻ. അടക്കി വാഴുന്ന അവകാശിയാകണം. 5 കാര്യം അതിനകത്ത് കൊടുത്തിരിക്കുന്നത്: 1 സന്താനപുഷ്ടി, 2 പെരുകണം, 3 വർദ്ധിക്കണം, ആമൻ ഭൂമിയിൽ നിറയണം, ഭൂമിയെ അടക്കണം, ഭൂമിയെ വാഴണം. അടക്കി വാഴുന്ന അവകാശി. എല്ലാവരെയും കുടുംബത്തെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന അത് തന്നെ. നീ അടക്കി വാഴുന്ന അവകാശിയാകണം. അടിമയായി ജീവിച്ച് അവസാനിക്കാനല്ല, അടക്കി വാഴുന്ന അവകാശിയാകണം. കരം ഉയർത്തുന്ന ദൈവത്തെ സ്തുതിക്കട്ടെ. വിശുദ്ധന്മാർ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത, ദൈവപ്രമാണത്തിന്റെ മുമ്പിൽ വെച്ച് കൂട്ടിച്ചേർത്ത, പരിശുദ്ധാത്മാവ് അനുഗ്രഹിച്ച് അയച്ച കുടുംബത്തെ നോക്കി ദൈവാത്മാവിൽ വചന വെളിപ്പാടിൽ വിളിച്ചു പറയുന്നു: നിന്റെ കുടുംബം വിശുദ്ധ സഭയിൽ വെച്ച് വിശുദ്ധന്മാർ കൂട്ടി യോജിപ്പിച്ച് അനുഗ്രഹത്തിലേക്ക് കടത്തിവിട്ടത് ഒരു അടിമയെ പോലെ ജീവിച്ച് അവസാനിപ്പാനല്ല, അടക്കി വാഴുന്ന അവകാശിയാക്കി ഈ വചനം എന്നിൽ നിറവേറുവാൻ ഏൽപ്പിക്കപ്പെടുന്നവരുടെ മേൽ ഇന്നത് നടക്കപ്പെടാൻ പോകുകയാ. അടക്കി വാഴുന്ന അവകാശിയാകണം. കുടുംബത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ 3ാമത്തെ പ്ലാൻ, ദൈവത്തിന്റെ തോട്ടത്തിൽ വേല ചെയ്യണം. ഏദൻ തോട്ടം എന്ന് പറഞ്ഞത് മനുഷ്യന്റെ തോട്ടമല്ല. എസെക്കിയേൽ 28:13 പറയുന്നു, ദൈവത്തിന്റെ തോട്ടമാണ്. ദൈവത്തിന്റെ തോട്ടത്തിൽ നീ ജോലി ചെയ്യണം. എന്നാ? ദൈവരാജ്യം സ്ഥാപിക്കണം. എന്നാ? ദൈവസഭ കെട്ടണം. എന്താ? ദൈവരാജ്യത്തിന് വേണ്ടി നിലനിൽക്കണം. ആമൻ, നിന്റെ ആഹാരം മുഴുവനും ദൈവസഭയ്ക്കുള്ളിലാണ്. ആമൻ, തോട്ടത്തിനുള്ളിലാണ് നിനക്ക് ആഹാരം, തോട്ടത്തിനുള്ളിലാണ് നിനക്ക് വേല, തോട്ടത്തിനുള്ളിലാണ് നിന്റെ ജീവിതം, തോട്ടത്തിനുള്ളിലാണ് സർവ്വതും.
പക്ഷേ തോട്ടത്തിന് വെളി ഭൂമിയാ, അവിടെ നിനക്ക് വാഴ്ചയുള്ളത്. പക്ഷെ തോട്ടത്തിനുള്ളിൽ വാഴ്ചയില്ല, തോട്ടത്തിനുള്ളിൽ ജോലി മാത്രമേ ഉള്ളൂ. ആമേൻ. ആദാമുമായി തോട്ടത്തിൽ നിന്ന് പോയത് പോലെ നിങ്ങൾ തോട്ടത്തിനുള്ളിൽ തന്നെ നിൽക്കണം. ദൈവത്തിന്റെ തോട്ടത്തിനുള്ളിൽ നിൽക്കണം, ദൈവത്തിന്റെ സാന്നിധ്യത്തിനുള്ളിൽ നിൽക്കണം, ദൈവത്തിന്റെ കൃപയ്ക്കുള്ളിലായി തീരണം. അകത്ത് ജോലി ചെയ്യണം. പക്ഷെ ഒറ്റ കാര്യമുണ്ട്, നീ സൂക്ഷിക്കണം, തോട്ടം സൂക്ഷിക്കണം. ഇന്നർ സർക്കിളിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് യേശു മാത്രമേ ഉള്ളൂ. ഫാമിലിയുടെ ഇന്നർ സർക്കിളിൽ അമ്മായിപ്പനും അകത്ത് കയറരുത്, അമ്മായിമ്മയകത്ത് കയറരുത്, അപ്പനും അകത്ത് കയറരുത്, അമ്മയകത്ത് കയറരുത്. ഇന്നർ സർക്കിളിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് യേശു മാത്രമായിരിക്കണം. ആര് കാമൻ നടത്തണം? യേശു നടത്തുന്ന കുടുംബം, യേശു നടത്തുന്ന കുടുംബം, യേശു നിയന്ത്രിക്കുന്ന കുടുംബം, യേശു വാഴുന്ന കുടുംബം. ഇത് മൂന്നുമാണോ ഉയരത്തിലെ ഉറവയും തുറക്കും, ആഴത്തിലെ ഉറവയും തുറക്കും. സ്വർഗത്തിന്റെ ഭണ്ഡാരം തുറന്ന് ഈ മക്കളെ ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്ലാൻ നിറവേറുവാൻ ദൈവം ഉണ്ടാക്കിയ പാത്രം. മനസ്സിലായ മോനെ? നീ അനുഗ്രഹിക്കുക. ഈ വിഭാഗം പഠിക്കണമെങ്കിൽ ഇത് നിഴലാണ്. സൂര്യന്റെ കീഴെ മൊത്തം നിഴലാണ്. ബൈബിൾ നോക്കിയാൽ മൊത്തം നിഴലാണ്. പക്ഷെ അതിന്റെ റിയാലിറ്റി മനസ്സിലാക്കണം. വിവാഹത്തിന് മർമ്മം പഠിക്കണമെങ്കിൽ എബ്രായ പദത്തിലേക്ക് പോയേ പറ്റും. കാരണം മോശയ്ക്ക് ആമൻ പർവ്വതത്തിൽ കൊടുത്തത് എബ്രായ ഭാഷയിലെ എഴുത്തുകളാണ്. ദൈവം മനുഷ്യനുമായി സംസാരിച്ചത് എബ്രായ ഭാഷയാണ്. അതുകൊണ്ട് അതിൻ്റെ ആഴങ്ങളിലേക്ക് 1-2 ഭാഗം നാം പോകേണ്ടത് ആവശ്യമുണ്ട്. വിവാഹത്തിന് അവിടുത്തെ നിഴലല്ലേ. അപ്പൊ നമുക്ക് ഇതിനകത്ത് ചിലത് അതിനകത്ത് കണക്റ്റഡാണ്. മൊത്തം കണക്റ്റഡ്. വിവാഹം മൊത്തം കണക്റ്റഡാണ്. എവിടെ? നിത്യതയുമായിട്ട് കണക്റ്റഡാണ്. ഇതിന് ഈ 4 ആമൻ കർമ്മ പദ്ധതികൾ ചേർത്ത വിവാഹം എന്ന പദത്തിന് എബ്രായ ഭാഷയിൽ ആമൻ കുടിസ്റ്റിൻ എന്ന വാക്ക് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന കുടിസ്റ്റിൻ. ഒന്നാമത്തെ കർമ്മം എന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റെ അപ്പനും ചെറുക്കൻ്റെ അപ്പനും കൂടെ ഒരുമിച്ച് കൂടണം. ഇതാ ഒന്നാമത്തെ സ്റ്റെപ്പ്. അതാ നിനക്ക് കണ്ട പെണ്ണിനെയൊക്കെ വിളിച്ചുകൊണ്ട് വരിക എന്നുള്ളതല്ല വിശുദ്ധ വിവാഹം. അപ്പനും 2 വിഭാഗത്തിലെ അപ്പനും തമ്മിൽ കൂട്ടിമുട്ടണം. അവർ തമ്മിലൊരു ഏകീകരണത്തിൽ വരണം. വന്നതിന് ശേഷം 2ാം ഘട്ടം എന്നറിയപ്പെടുന്നത് ആമൻ മകനും മകളും തമ്മിൽ കാണപ്പെടണം. മകനുമായി ഈ അപ്പൻ വരുമ്പോൾ ഒരു ആമൻ വിളക്കുമായിട്ടാണ് വരുന്നത്. അതിനെ സെഡുക്കിൻ എന്ന പദപ്രയോഗമായ പ്രായത്തിൽ കൊടുത്തിരിക്കുന്ന എബ്രായ ഭാഷയിൽ സെഡുക്കിൻ എന്ന പദം ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ആ വിളക്കുമായിട്ട് വന്നു. ആമൻ തമ്മിൽ കണ്ടു. ആമൻ ഈ പെൺകുട്ടി ഒന്നാമത് പറയേണ്ട കാര്യം ഐ റിസീവ്, ഞാൻ സ്വീകരിക്കുന്നു. എവിടാ കാണപ്പെടുന്നത് അതിൻ്റെ മർമ്മം? യോഹന്നാൻ സുവിശേഷം 1:12 അവനെ കൈക്കൊണ്ട് അതാ ഒന്നാമത് റിസീവ് എന്ന പദമാണ് ഉപയോഗിക്കപ്പെടുന്നത്. ഞാൻ അങ്ങേ റിസീവ് ചെയ്യുന്നു. അത് പറയുമ്പോൾ ഈ മനുഷ്യൻ കയ്യിലിരിക്കുന്ന വിളക്ക് ഇവരുടെ കയ്യിലേക്ക് കൊടുക്കും. എന്താണെന്നറിയാമോ ഈ വിളക്ക് എന്നറിയപ്പെടുന്നത്? ജീവൻ എന്നറിയപ്പെടും. യോഹന്നാൻ സുവിശേഷം 1:4 അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, അത് മനുഷ്യരുടെ വിളക്കായിരുന്നു. ഈ വിളക്ക് കയ്യിലേക്ക് കൊടുക്കും. 2ാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ മോൻ ഇഷ്ടം തുറന്നു പറയണം. അതിനെ സുടിക്കുന്ന വാക്ക് ഉപയോഗിക്കപ്പെടുന്നത് ഇഷ്ടം തുറന്നു പറയണം. എങ്ങനെ തുറന്നു പറയുന്നതെന്ന് അറിയാമോ? ഒരിക്കൽ തോമസ് വിളിച്ചു പറഞ്ഞു, എന്റെ ദൈവവും എന്റെ കർത്താവുമേ. കണ്ണിലേക്ക് നോക്കി, യേശുവിന്റെ മുഖത്തേക്ക് നോക്കി, യേശുവിന്റെ കണ്ണിലേക്ക് നോക്കി ആമൻ തോമസ് വിളിച്ചു പറയുന്നു, എന്റെ ദൈവവും എന്റെ കർത്താവുമേ. ഇന്ന് പകൽക്കാലം ആമൻ അതാ ഒന്നാമത്തെ ഘട്ടം. അല്ലെങ്കിൽ പറയും, ആമൻ നീ യഥാർത്ഥമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് യേശു ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഉവ്വ് കർത്താവേ,
ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ഇതാ ഒന്നാമത്തെ ഘട്ടം. സെബിക്ക് രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ നുറുസിൻ എന്നറിയപ്പെടുന്നു. യെറുസിൻ അതൊരു കർമ്മമാണ്. യെറുസിൻ ആരംഭിക്കുന്നത് വിശുദ്ധ നിമജ്ജന സ്നാനത്തിലാണ്. ആര് സ്നാനപ്പെടണം? ആമൻ മണവാളൻ സ്നാനപ്പെടണം. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ യേശു സ്നാനപ്പെട്ടത് ഈ പ്രമാണത്തിലാണ് നിന്ന്. മണവാളൻ അദ്ദേഹം. അതിനെ മിക്വ എന്ന വാക്ക ആമൻ ഹെബ്രായ പദത്തിൽ ഉപയോഗിക്കുന്നത്. മിക്വ വിശുദ്ധ നിമജ്ജന സ്നാനം ആരൊക്കെ ചെയ്യണം? ആമൻ ഒന്ന് വരൻ ചെയ്യണം, രണ്ടാമത് വധു ചെയ്യണം. ഇതിനെ അറിയപ്പെടുന്നത് വിവാഹ നിശ്ചയം. വിവാഹ നിശ്ചയത്തിൽ ഒരുവൻ പ്രവേശിക്കണമെങ്കിൽ എന്തോ നടക്കണം? നിമജ്ജന സ്നാനം നടക്കപ്പെടണം. നിമജ്ജന സ്നാനം നടക്കപ്പെടണം. രണ്ടാമതായി ഈ സ്നാനം കഴിഞ്ഞു കഴിഞ്ഞാൽ, രണ്ടുപേരും സ്നാനം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങോട്ട് വരണം? ആമൻ മുറിയിലേക്ക് വന്ന് ആമനെ വരൻ ഒരു കപ്പിൽ ആമൻ വീഞ്ഞെടുത്ത് ആമൻ വധുവിന്റെ കയ്യിലേക്ക് കൊടുക്കണം. എന്തിനാണെന്നറിയാമോ? ഉടമ്പടിക്ക് ഞാൻ തയ്യാറാണ്, ഉടമ്പടിക്ക് ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ അത് കുടിക്കപ്പെടണം. അതാ മാളിക മുറിയിൽ യേശു ശിഷ്യന്മാരുമായി നാം കാണപ്പെടുന്നത്. എൻഗേജ്മെന്റിന്റെ രണ്ടാമത്തെ ഭാഗം. യേശു വീഞ്ഞെടുത്തു, പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചതിനു ശേഷം ശിഷ്യന്മാർക്ക് കൊടുത്തു. അവർ പറയുന്നു, ഞങ്ങൾ ഉടമ്പടിക്ക് തയ്യാറാണ്. രണ്ടാമത്തെ ഭാഗം. ആമൻ ഈ വിവാഹ നിശ്ചയത്തിന്റെ മൂന്നാമത്തെ ഭാഗം എന്നറിയപ്പെടുന്നത് ആമൻ വിവാഹം. ഈ പെണ്ണിന്റെ പിതാവിന് ബ്രൈഡ് പ്രൈസ് കൊടുക്കണം. എന്തോ കൊടുക്കണം? ബ്രൈഡിന്റെ വില കൊടുക്കണം. ബ്രൈഡിന്റെ വില കൊടുക്കണം. ആർക്ക് കൊടുക്കണം? പെണ്ണിന്റെ അപ്പന് കൊടുക്കണം. ആര് കൊടുക്കണം? ഈ വരൻ കൊടുക്കപ്പെടണം. വരൻ കൊടുക്കണം. കാൽവരി കുരിശിൽ ചൊരിയപ്പെട്ട 7 പ്രാവശ്യമായി ചൊരിയപ്പെട്ട യേശുവിന്റെ രക്തവുമായി എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ ആമൻ യേശു ക്രിസ്തു വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് സഭയ്ക്ക് വേണ്ടിയുള്ള ബ്രൈഡ് പ്രൈസ്, വധുവിന്റെ വില അവിടെ പിതാവിന്റെ കയ്യിൽ കെട്ടപ്പെടുവാൻ ഇടയായി തീർന്നു. ഈ മകൾ പിതാവ് സൃഷ്ടിച്ചവള്. ആമൻ 139-ാം സങ്കീർത്തനത്തിൽ കാണപ്പെടുന്നു. ആമൻ അമ്മയുടെ ഉദരത്തിൽ നീയല്ലോ എന്നെ നിർമ്മിച്ചത്. അപ്പന് ബ്രൈഡ് പ്രൈസ് കൊടുത്തത് രക്തം മറുവിലയായി അവിടെ കൊടുപ്പാനിടയായി തീർന്നു. നാലാമത്തെ ഘട്ടം. ആമൻ ഈ എൻഗേജ്മെന്റിന്റെ നാലാമത്തെ ഭാഗം എന്നറിയപ്പെടുന്നത് ആമൻ ഈ വരൻ വധുവിന്റെ കയ്യിൽ ഒരു റിംഗ് അണിയിക്കണം. അതിനകത്ത് ഇങ്ങനെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്, ആനിയൽ ലോദി വിൽ ലോദി നീ. അതിന്റെ അർത്ഥം ഈ റിങ്ങിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, ഞാൻ പ്രിയന്റേത്, പ്രിയൻ എന്റേത്. ഒരുമിച്ച് പറഞ്ഞത്, ഞാൻ പ്രിയന്റേത്, പ്രിയൻ എന്റേത്. ഒരുമിച്ച് പറഞ്ഞേ, ഞാൻ പ്രിയന്റേത്, പ്രിയൻ എന്റേത്. ആചാരത്തിനെന്ന പുതിയ നിയമസഭയ്ക്ക് കൊടുത്തതെന്നറിയാമോ? പരിശുദ്ധാത്മാവെന്ന ആചാരം. ഈ 4 ഭാഗം കൂടെ ചേർന്നതിനെയാണ് എൻഗേജ്മെന്റ് എന്നറിയപ്പെടുന്നത്. എൻഗേജ്മെന്റ് കഴിഞ്ഞെങ്കിൽ പിന്നത്തേതിൽ ആമൻ 2 കുട്ടിയാ. ആമൻ വരൻ ഭവനം പണിയാൻ പോയി. യോഹന്നാൻ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ ഞാൻ വാമൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. വധുവിന്റെ പരിപാടി എന്താണെന്ന് അറിയാമോ? ആമൻ ചിത്ര തയ്യിലുള്ള അങ്കി തയ്പ്പിക്കണം. വിശുദ്ധന്മാരുടെ വീര്യം, ആമേൻ, പ്രവർത്തികൾ, കാരുണ്യ പ്രവർത്തികൾ അവിടെ കാണപ്പെടുന്നത്. അവിടെ തന്നെത്താൻ വിശുദ്ധീകരിക്കണം, തന്നെത്താൻ ഒരുങ്ങണം, തന്നെത്താൻ കാത്തിരിക്കണം. ആമൻ ഈ ശുശ്രൂഷ ഈ നാളുകളിൽ സഭ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാൽവറിയിൽ വെച്ച് നമ്മുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ നിഴല ഏറ്റവും ആസന്ന ഭാവിയിൽ തന്നെ ആമേൻ 7ാമത്തെ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നു. 1-ാം ഉടമ്പടിയിൽ വൺ ബോഡി ഫെലോഷിപ്പ്, ഏക ശരീര കൂട്ടായ്മ. 1-ാമത്തെ ഉടമ്പടിയിൽ 2 ശരീരം, ഒരു പുരുഷനും സ്ത്രീയും ഒരു ശരീരമായി മാറും. വൺ ബോഡി ഫെലോഷിപ്പ്. എന്നാൽ 7ാമത്തെ ഉടമ്പടി, നിത്യ ഉടമ്പടിയിൽ വൺ ബോഡി ഫെലോഷിപ്പ് അല്ല, ക്രിസ്തുവും ശരീരവും ഒരു സഭയായി മാറുന്ന ആ
വിഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുക. ഈ പകൽക്കാലം ആമേൻ, ഈ നിത്യ വിഭാഗത്തിന് വേണ്ടി ദൈവവും മനുഷ്യനും ഒന്നായി തീരുന്ന, ഒന്നായി മാറുന്ന ആ മകൾ സുദിനത്തിന് വേണ്ടി ഒരു ഓട്ടക്കാൾ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ചെവിയിലേക്ക് സ്വർഗം മുഴക്കുകയാ. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ആമേൻ യേശുവിനോട് ചേരുവാൻ, നിത്യതയ്ക്ക് ചേരുവാൻ ആരെങ്കിലും സിതാമൻ തയ്യാറായില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു ഓട്ടക്കോൾ നിങ്ങൾക്ക് വേണ്ടി കടന്നു വരുന്നു. ഒന്നേ ചെയ്താൽ മതി. ആമേൻ, ഞാൻ അങ്ങേ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ യേശുവിന്റെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് എന്നറിയപ്പെടുന്നത്. രണ്ടാമത് വിശുദ്ധ സ്നാനം ചെയ്യപ്പെടണം. മൂന്നാമത് തിരുമേശയിൽ പങ്കാളിയായി മാറപ്പെടണം. നാലാമത് ആമേ പ്രിയനുമായുള്ള ആത്മബന്ധത്തിന്റെ അടിസ്ഥാനം എന്നറിയപ്പെടുന്ന ആത്മനിറവിനെ പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കപ്പെടുമെങ്കിൽ എന്തോ നടക്കും? നിങ്ങളിൽ ദൈവത്തിന്റെ പ്ലാൻ ഭൂമിയിൽ നിറവേറും. കാഹളനാദത്തിങ്കൽ നിങ്ങൾ ദൈവവുമായി ലയിപ്പാനിടയായി തീരും. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയപ്പെടട്ടെ. ഒരു നിമിഷം പ്രാർത്ഥന ആണെങ്കിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാം, ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ദയവായി എഴുന്നേറ്റ് നിൽക്കാമോ? ഒന്ന് ശോധന ചെയ്യാമോ? ഇത് നിഴല ഒരു വെളിപ്പെടുന്ന സമയമായി. ഒറ്റ മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാമോ? എനിക്ക് ദൈവമായി ലയിക്കണം. ഇന്ന് രണ്ട് ശരീരങ്ങൾ ഒന്നായി ലയിച്ചതുപോലെ, ആമൻ വൺ ബോഡി ഫെലോഷിപ്പ് ആയതുപോലെ, ആമൻ നിത്യതയിൽ നമുക്കായി ആസന്നഭാവിയിൽ ആമൻ വൺ ബോഡി ഫെലോഷിപ്പിലേക്ക് മാറപ്പെടുവാൻ ഇന്ന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞ ഇതിനകത്ത് പ്രാർത്ഥനയ്ക്ക് ആളുകളുണ്ടെങ്കിൽ അവർ കണ്ണുനീരോടൊന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ അധികാരമുള്ള നാമത്തില്, യേശുവിൻ അധികാരമുള്ള നാമത്തില്, യേശുവിൻ അധികാരമുള്ള നാമത്തില് ഘടകതലകതല മാറവെടി ബലപഠം. ചേർന്ന് പ്രാർത്ഥിക്കുക, ചേർന്ന് പ്രാർത്ഥിക്കുക, ചേർന്ന് പ്രാർത്ഥിക്കുക. അവനൊന്ന് ഒരുക്കി പോകണം, ഒരുക്കി പോകണം. യേശുവിന്റെ വരവേറ്റവും ആസന്നമായ ഈ നാളിൽ ഒന്നും കൂടെ ഒരുക്കി പോകുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുക, നമ്മെ തന്നെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുക.
എല്ലാവർക്കും സ്വസ്ഥാനങ്ങളിലേക്ക് അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശം കൈമാറിയ ബഹുമാനിയ കർത്താവിന്റെ